അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഫ്രിഡ്ജിന്റെ പ്രശ്നമേ തീർന്നു കഴിഞ്ഞു. വിജയില്ല. ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം, പിന്നെ ലാസ്റ്റ് നിങ്ങൾ വേണമെങ്കിൽ പിന്നെ നമ്മൾ കാലത്തിനൊത്ത് തുള്ളിയ ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് മാറുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നൊന്നുമില്ല. അതാണ് ആ പറഞ്ഞ വേടാണ് ശരി. നിങ്ങളുടെ ഓരോരുത്തരുടെ വീട്ടിൽ നിന്നല്ല പോകേണ്ടത്, ആദ്യം മനസ്സിൽ നിന്ന് മാറട്ടെ. ആദ്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ വരണം. അല്ലാതെ വീട്ടിൽ നിന്നല്ല ആദ്യം വരേണ്ടത്, മനസ്സിനകത്ത് വരണം ആദ്യം. ഇത് ശരിയാണ് ഞാൻ പറയണത്, ഇത് പബ്ലിക്കിന് കൊടുക്കണം. ഇതാണ് കറക്റ്റ്. നമ്മള് ഫ്രിഡ്ജിനകത്ത് നിന്ന് നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. നമ്മൾ ഒരു ദിവസം കൊണ്ട് മാറ്റാൻ പറ്റത്തൊന്നുമില്ല, എനിക്ക് ഉറപ്പാണ്. പതുക്കെ പതുക്കെ. പക്ഷേ ഇനിയിപ്പോ ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് രോഗം വേണോ വേണ്ടായോ എന്ന് നിങ്ങൾ തീരുമാനിക്കാം. നിങ്ങളല്ലാതെ മരുന്നും കൊണ്ടൊന്നും ഇനി ഓടാൻ പറ്റിയല്ല. നിങ്ങൾ ഒരു തരത്തിൽ കൂടെ ഏത് മരുന്ന് കഴിച്ചാലും ഇതുള്ളിൽ കയറി കിടക്കുന്നിടത്തോളം കാലം നിങ്ങൾ രക്ഷപ്പെടില്ല. അല്ല, വേറൊരു രസം കണ്ടോ, ഇതൊരു തമാശ കാണിച്ചിടാം. ഇതിന്റെ ഈ പാക്കറ്റുകൾ ഇങ്ങനെ കാണിച്ചതിന്റെ അർത്ഥം നിങ്ങൾ എന്താ മനസ്സിലാക്കണേ? ഇത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ എന്ന് പറഞ്ഞാൽ ഐസ്ക്രീം ഉണ്ടാക്കുന്നതിന്റെ അല്ലേ, കേക്ക് ഉണ്ടാക്കുന്നത് അല്ലേ? ഈ പടത്തിൽ കാണുന്നതിന്റെ അർത്ഥം എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞേ. അല്ലേ? ഒന്നുകിൽ ഇതുപോലുള്ള സാധനം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതും, അല്ലെങ്കിൽ ഇതുപോലെ ഇത് ഉണ്ടാക്കാമെന്നുമാണല്ലോ നമ്മൾ ധരിച്ചുകൊണ്ടല്ലോ ഇത് മേടിക്കുന്നത്. സാർ, ഈ താഴെ എഴുതിയേക്കൊന്ന് ഒന്ന് വായിച്ചാലോ സാർ? രണ്ട് കാര്യം പറഞ്ഞിട്ട് കേട്ടോ. ഈ പാക്കറ്റിൽ കാണിച്ച ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന ഇതുമായിട്ടും ഇതിനകത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നും, ഈ ഫോട്ടോ വേറൊരാൾ കോപ്പി അടിച്ചാൽ അത് പണിഷബിളുമാണ്. കട്ടക്കായമാ. പണ്ട് ബ്രാഹ്മൺസിന്റെ വീട്ടുകളിൽ കായം ചട്ടിയിലെ മേലോട്ട് ഒട്ടിച്ചു വെക്കും. അപ്പൊ ഒട്ടിച്ചു വെക്കുന്ന ആ സ്ത്രീകളൊന്നും ആശുപത്രിയിൽ പോയി പ്രസവിച്ചിട്ടില്ല. മനസ്സിലായോ? കായം ഗർഭപാത്രത്തിൽ ഇത്രയും നല്ലൊരു സാധനം വേറെ ഒന്നും ഇല്ല. കണ്ടാ? കായം അത് മേളിൽ ചട്ടിക്കട കീരി ഒട്ടിച്ചു വെക്കും. അത് ഊരി അതിനകത്ത് വീണുകൊണ്ടിരിക്കും സാമ്പാറിനകത്ത്. അവിടെ ഏത് കറിക്കകത്തും കായം കാണും. നമ്മളെ ഒരുപാട് പഴയതിനകത്തുനിന്ന് പോയി ആഹാരം പോലും കഴിക്കാൻ അറിയാത്ത നമ്മളോടത്താണ് നമ്മൾ കഥ പറയുന്നത്. ആഹാരം കഴിക്കാൻ നമുക്കറിയോ? നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർമ്മ വെച്ചോളൂ, ദയവ് ചെയ്ത് ഈ ആയുർവേദം എന്ന് പറയുന്നതിന്റെ തട്ടി ഇപ്പൊ നാട്ടറിവ് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന എല്ലാ കാര്യങ്ങളും നാട്ടറിവുകളാണ്. നിങ്ങൾ ഏത് രോഗത്തിന്റെ മരുന്ന് എന്നോട് ചോദിച്ചോളൂ, ഞാൻ നാട്ടറിവിൽ കൂടെ തരാം. നിങ്ങൾക്ക് ഈ പിറ്റത്ത് നിന്ന് നിങ്ങളുടെ ചുറ്റുവട്ടത്തും നയം കൊണ്ട് നിങ്ങളെ അസുഖം മാറ്റിയെടുക്കാം. എന്ന് നാട്ടറിവ്, ഞങ്ങൾ പറയുന്ന നാട്ടറിവ്, അല്ലെങ്കിൽ ഗ്രഹവൈദ്യം എന്ന് പറയും. മൂലികൾ, ഒറ്റമൂലിയില്ലേ, അതൊക്കെ എന്ന് പറഞ്ഞാൽ കറക്റ്റ് പിടിച്ചിരിക്കും. ഏതിന്റെ വേണേലും നിങ്ങൾ ചോദിച്ചു കൊടുത്തു. അതിനകത്ത് മാറാത്ത രണ്ടെണ്ണം ഉണ്ട്, അതിന് മാത്രം ചോദിക്കരുത്. പിന്നെ എന്നെയും കൊണ്ട് അറിഞ്ഞുകൂടാത്ത 167 വൈദ്യന്മാർ ഇപ്പൊ എന്റെ ഈ ഗ്യാങ്ങിനകത്തുണ്ട്. അപ്പൊ എനിക്ക് അറിഞ്ഞുകൂടാത്ത വേറെ വൈദ്യനെ ഞാൻ തരാം. മനസ്സിലായോ? അവരുടെ അടുത്ത് ഇങ്ങനെ നിങ്ങൾക്ക് പോവാം. നിങ്ങൾക്ക് ഈ കള്ളന്മാരുടെ ഒന്നും പറയപ്പെടേണ്ട കാര്യമില്ല. നമ്മളെ ആദ്യം വേണ്ടുന്നത് നമ്മുടെ മനസ്സിനെ പക്വതയാക്കിയെടുക്കുക. നമ്മളാണ് ദൈവമെന്നും നമ്മളാണ് ഡോക്ടറെന്നും നമ്മളെ കൊണ്ട് വിചാരിക്കാത്ത, ഈ ശരീരം വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങൾ. പനി വരുമ്പോൾ ഉടനെ മരുന്ന് കഴിക്കരുത്. ഈ പനി എന്തുകൊണ്ട് വന്നു? 3 ദിവസം വരെ പനി ഏറ്റവും വലിയൊരു ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുക. പനി വരുന്നത് അനുഗ്രഹമാണ്. പനി വരുന്ന അനുഗ്രഹമാണ്. നിങ്ങളുടെ ശരീരത്തിലെ മൊത്തം മാലിന്യങ്ങളെ എടുത്ത് പുറത്ത് തള്ളാൻ ശരീരം കാണിച്ച പ്രക്രിയയാണ് മരുന്ന്. തുമ്മൽ വേഗങ്ങളെ തടുക്കരുത്. വേഗങ്ങളെ തടുത്താലും രോഗങ്ങളുണ്ടാവും. വേഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്നറിയോ? ഫസ്റ്റ് തുമ്മലിന് എന്താ സാധനം? നിങ്ങൾ ഇതിനെക്കൂടെ ശ്വസിക്കുന്ന സാധനത്തിന് ആദ്യം തടഞ്ഞ പൊടികളെ തടയുന്ന രോഗങ്ങളും അതിന്റെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഗ്രന്ഥികൾ ഇരിപ്പുണ്ട്. അവൻ 1 മിനിറ്റിൽ 19 പ്രാവശ്യം വൈബ്രേറ്റ് ചെയ്യും. പൊടി അങ്ങോട്ട് ചെല്ലുമ്പോൾ അതേ മുട്ടുമ്പോൾ അവൻ ഉടനെ ഒരു വെള്ളം ഉണ്ടാക്കും. ആ വെള്ളത്തിനകത്ത് ഈ പൊടിയങ്ങ് ലയിപ്പിക്കും. ലയിപ്പിച്ചിട്ട് പിറ്റേന്ന് നമ്മളൊരു പൊറ്റ ഇളക്കി കളയും. അറിയോ? മൂക്കിനകത്തുനിന്ന് ആ പൊറ്റ എവിടുന്ന് വന്നതെന്ന് മനസ്സിലായോ? കണ്ടാ? മനസ്സിലായോ? ഒരു പൊറ്റ ഇവിടെ ഇളക്കുന്നത് എന്ത് വലിയ പ്രക്രിയ നടന്നതെന്നറിയാം. അതിനെയും കടന്നു പോകുമ്പോഴാണ് ശ്വാസകോശത്തിൽ ചെല്ലുമ്പോൾ അതിനകത്ത് അറകളിനകത്തും ഗ്രന്ഥികൾ ഉണ്ടാക്കിയിട്ട് ആ വെള്ളം ഉണ്ടാക്കി അവൻ അതിനകത്ത് ഈ ഗ്യാസും അതിന്റെ പൊടികളെയും ലയിപ്പിച്ചിട്ട് കൃത്രിമമായിട്ടൊരു ശ്വാസമുട്ടലുണ്ടാക്കി കൃത്രിമമായിട്ട് നമുക്കൊരു മൊത്തം ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് കൃത്രിമമായിട്ട് എങ്ങനെ മൂക്കടപ്പുണ്ടാക്കിയിട്ട് നേരം വെളുക്കുമ്പോൾ അറിഞ്ഞ് 4 തുമ്മൽ തുമ്മുമ്പോൾ ഈ വെള്ളം കുറഞ്ഞ് പുറത്തും പോവും. അപ്പോഴ് നമ്മുടെ മൂക്കും തുറക്കും. ഇല്ലേ? അപ്പൊ തുമ്മല് നല്ലതോ തെറ്റോ? തുമ്മുന്നത് ഭാഗ്യം.
പനി വരുന്നത് ഭാഗ്യം. നോക്കണം, കണ്ണുനീര് വരുന്നു, ഒരു പൊടി വന്ന് വീഴുമ്പോ ഉടനെ അവൻ കണ്ണീരുണ്ടാക്കിയിട്ട് അതിനെ അലിപ്പിച്ച് അവനെ കളയോ? കളയല്ലോ. വേഗങ്ങളാണിത്. ശോധന ഒരിക്കലും പിടിച്ചു കെട്ടി വെക്കരുത്. കുട്ടികൾക്ക് ഒരു കാരണവശാലിനെ ഈ നാപ്കിൻ, ഇപ്പോഴത്തെ പുതിയ പരിപാടി ഉണ്ടല്ലോ, ഇല്ല കെട്ടിവെക്കുന്നത് നാപ്കിൻ കുട്ടികൾക്ക്. നിങ്ങളെ കൊണ്ട് ആരെങ്കിലും കൊണ്ടൊരാൾക്ക് അരമണിക്കൂർ പോയിട്ട് 10 മിനിറ്റ് മലബന്ധം ഉണ്ടാവുന്ന സമയത്ത് പിടിച്ചു നിർത്താൻ പറ്റുമോ? ഒക്കത്തില്ല. എന്നിട്ട് ആ കൊച്ചിനെ നിങ്ങൾ ഇതിട്ട് വലിഞ്ഞ് മുറുക്കി കെട്ടിയിട്ട് അത് കിടന്നപ്പെടുന്ന പാടെന്തോ നിങ്ങൾ അന്വേഷിച്ച ആ കൊച്ചിനെ പറയാൻ വയ്യാത്തതിന്റെ ഭാഗ്യം നിങ്ങളുടെ ഭാഗ്യം. നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ പറ. ആ നഫ്കിൻ കെട്ടിവെച്ചിട്ട് ഒരു 10 മിനിറ്റ് പോയിട്ട് 5 മിനിറ്റ് മലശോധന നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ? നിങ്ങൾ എന്തേ കാണിച്ചേ? നിങ്ങള് ചിന്തിക്കുന്നില്ല. നിങ്ങള് മറ്റോ പറയുന്നു കൊച്ചു മുള്ളുന്ന. എടാ, കൊച്ചു പണ്ട് മുള്ളിയൊക്കെ നമ്മളെ കൊണ്ട് വളർന്നതമ്മ ഇല്ലേ? കരയ്ക്കകത്തും എല്ലാം വിട്ട് ദൂരിയും പിന്നെ പെടുത്തുമൊക്കെയാണ് നമ്മൾ വളർന്നത്. അന്നൊന്നും ഒരു സൂക്കരം ഉണ്ടാവില്ലായിരുന്നു. ഇപ്പൊ അറപ്പ് കൊച്ചുങ്ങളെ മല എടുക്കാൻ. അങ്ങനെയുള്ള ഒരു കൊച്ചിനെ പെടരുത്, വിട്ടുകളഞ്ഞേക്കണം. പ്രസവിച്ച് ആ അമ്മയുടെ നൊമ്പലമനുസരിച്ച് കൊച്ചിനെ പ്രസവിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ കൊച്ചിനെ വളർത്തരുത്, പ്രസവിക്കാനേ പോരുത്. എന്തൊരു കഷ്ടായത്. നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ? അത് നഫ്കിൻ കെട്ടി വെക്കുന്നത് അതൊരു ഫാഷനാക്കി മാറ്റിയെടുത്ത് ഇല്ലേ? നിങ്ങൾ പറ, നിങ്ങൾ ആരെങ്കിലും ഒരാള് 10 മിനിറ്റ് പിടിച്ചു നിർത്താൻ പറ്റുമെങ്കിൽ പറ. നല്ല മോഷണം ഉണ്ടാകുന്ന സമയത്ത് ആ കൊച്ചിനെയാണ് നിങ്ങൾ ഇട്ടിട്ട്